ശ്രീ പരശുരാമ കൽപ്പസൂത്രം. ഇതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് ശ്രീ രാമേശ്വര ആചാര്യരാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുണ്ടായിരുന്ന വികല്പങ്ങളെ പൂർവപക്ഷമായി അവതരിപ്പിച്ച് സിദ്ധാന്തം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് അത്തരം വികല്പങ്ങളല്ല ഉള്ളത്. അതുകൊണ്ട് ഇതിലെ മുഴുവൻ ഭാഗവും ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇതിലെ മന്ത്രഭാഗവും ക്രിയാഭാഗവും ഒഴിച്ച് സൈദ്ധാന്തിക വശം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത്തരത്തിലൊരു വ്യാഖ്യാനം, ഒരു ഭാഷ്യം. ഭാഷ്യം എന്നതിൻ്റെ ലക്ഷണം എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. സൂത്രാർത്ഥോ വർണ്ണിതേത്ര പദൈ സൂത്രാനുസാരിഭി സ്വമതാനിജ വർണ്ണ്യന്തേ. ഭാഷ്യം ഭാഷ്യവിദോ വിദു എന്നാണ്. സൂത്രാർത്ഥങ്ങളെ വർണ്ണിക്കണം. അത് സൂത്രാനുസാരിഭി പദൈ, സൂത്രത്തിലുള്ളതായ പദങ്ങളെ കൊണ്ടായിരിക്കണം വർണ്ണിക്കേണ്ടത്. അക്കൂട്ടത്തിൽ പ്രകൃതത്തിന് വിരുദ്ധമല്ലാത്ത സ്വന്തം അഭിപ്രായവും പറയാം, എങ്കിലേ ഭാഷ്യമാവും. അത് പ്രകൃതത്തിന് വിരുദ്ധമായി തീരരുത്. ഉദാഹരണമായിട്ട് ബ്രഹ്മസൂത്രം ഭാഷ്യം, ബ്രഹ്മസൂത്രങ്ങൾക്ക് ഭാഷ്യം ആദ്യമായി എഴുതിയത് ശ്രീ ശങ്കരാചാര്യരാണ്. അതിൻ്റെ പേര് ശാരീരിക ഭാഷ്യം എന്നാണ്. പിന്നീട് അദ്ദേഹം അതിലൂടെ സ്ഥാപിച്ചെടുത്തത് അദ്വൈതമാണ്. പിന്നീട് രാമാനുജാചാര്യർ വ്യാഖ്യാനം എഴുതി, ഒരു ഭാഷ്യം എഴുതി. അതിൻ്റെ പേര് വിശിഷ്ടാദ്വൈതം, അതിൻ്റെ പേര് ശ്രീഭാഷ്യം എന്നാണ്. അദ്ദേഹം സ്ഥാപിച്ചത് വിശിഷ്ടാദ്വൈതമാണ്. പിന്നീട് മാധ്വാചാര്യ ഭാഷ്യം എഴുതി, ദ്വൈത ഭാഷ്യം എന്നാണ് പേര്. അപ്പം ഇത്തരത്തിൽ പലരും പിന്നീട് ഭാഷ്യം എഴുതിയിട്ടുണ്ട് അവരുടെ അഭിപ്രായമനുസരിച്ച്. ആ അഭിപ്രായങ്ങളൊന്നും തന്നെ ആ പരബ്രഹ്മസത്തയെ ഹനിക്കുന്നതല്ല. ആ പരബ്രഹ്മ എന്ന ആ സത്തയ്ക്ക് സഗുണഭാവം പരികൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെയും പ്രകൃതത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ ഭാഷ്യം രചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി അടുത്ത സൂത്രം ശരീരകഞ്ചുകിത ശിവോ ജീവ നിഷ്കഞ്ചുകിത പരശിവ എന്നാണ്. എന്താണ് ജീവൻ? ആരാണ് ശിവൻ? ശരീരമാകുന്ന കഞ്ചുകിതം ധരിച്ച, കുപ്പായമിട്ട ശിവനാണ് ജീവൻ. ശിവോ ജീവ. നിഷ്കഞ്ചുകിത പരശിവ, ആ കുപ്പായമില്ലാത്ത ആളാണ് പരശിവൻ. അപ്പോൾ ശരീരമാകുന്ന കഞ്ചുകിതനായിരിക്കുന്ന, അപ്പോൾ ഈ ശരീരം എങ്ങനെ കിട്ടിയെന്ന് ചിന്തിക്കണം നമുക്ക്. അനാദിയായിരിക്കുന്ന അവിദ്യ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. കർമ്മസഞ്ചയമാണ് അവിദ്യ. ജന്മജന്മാന്തരമായ കർമ്മസഞ്ചയമാണ് അവിദ്യ. അപ്പോൾ ശിവൻ എന്ന വാക്കിൻ്റെ വ്യുൽപ്പത്തി എന്താണ് ചിന്തിക്കണം. അനാദി മലസംശ്ലേഷ പ്രാഗഭാവ സ്വഭാവത അത്യന്ത പരിശുദ്ധാത്മേത്യതോയം ശിവ ഉച്യതേ എന്നാണ്. അനാദിയായിരിക്കുന്ന മലം, അവിദ്യാമലം, മായാമലം, അതിൻ്റെ പ്രാഗഭാവമുള്ളത്, അതില്ലാത്ത അവസ്ഥ, അങ്ങനെ അത്യന്ത പരിശുദ്ധമായിരിക്കുന്ന അവസ്ഥയാണ് ശിവനെന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് പിന്നീട് മായാമലം വർദ്ധിക്കുകയും അതിനനുസരിച്ച് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടി ജീവജാലങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. അതാവട്ടെ 4 വിധത്തിലുള്ളതായ ജീവന്മാർ ശരീരങ്ങൾ ഉണ്ടായിത്തീർന്നു. ജരായുജം, ഉദ്ഭിജം,
അണ്ഡജം, സ്വേദജം എന്നിങ്ങനെ ആ 4 തരത്തിലുള്ളതായ ശരീരങ്ങളിലും വെച്ച് മനുഷ്യ ശരീരത്തെ ഉത്കൃഷ്ടമായി കാണുകയും ആ മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ ഒരാൾക്ക് മോക്ഷം സിദ്ധിക്കുകയുള്ളൂ എന്നും സിദ്ധാന്തിക്കുന്നു. അതുകൊണ്ടാണ് സോപാനഭൂതം മോക്ഷസ്യ മാനുഷം പ്രാപ്യ ദുർലഭം ജസ്താരേതി നാത്മാനം തസ്മാത് പാപതരക്ക എന്ന് പറയാൻ കാരണം. മോക്ഷത്തിന് സോപാനഭൂതമായിരിക്കുന്ന ഈ മനുഷ്യജന്മം കിട്ടിയിട്ട്, മനുഷ്യ ശരീരം കിട്ടിയിട്ട് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനേക്കാൾ വലിയ പാപം എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു മോക്ഷശാസ്ത്രമാണ് പരശുരാമകൽപ്പസൂത്രം എന്നർത്ഥം. തന്ത്രം മോക്ഷശാസ്ത്രമാണ്. ഇവിടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, അതിലാവട്ടെ കാർമ്മിക മലം, ആണവമലം, മായികമലം എന്നിങ്ങനെ 3 മലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതില്ലാത്ത അവസ്ഥയാണ് ശിവൻ. അപ്പോൾ ആ 3 മലങ്ങളെയും ശോധനം ചെയ്തുകൊണ്ടാണ് നാം പൂജയ്ക്കിരിക്കുന്നത്. പൂജയ്ക്കിരിക്കുമ്പോൾ സോഹം എന്ന ഭാവനയിലാണ്, ഞാൻ ശിവനാണ്. ശ്രീചക്ര പൂജ ചെയ്യുവാനുള്ള ഒരേ ഒരു അധികാരം ശിവന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശിവനാണ് എന്ന ഭാവനയോടുകൂടി മാത്രമേ പൂജ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശിവനായി തീരണമെങ്കിൽ എന്ത് വേണം? ഈ മലസംശ്ലേഷമായ ശരീരത്തെ ഇല്ലാതാവണം. അതിന് അത് സങ്കല്പം കൊണ്ട്, ഭാവന കൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ആത്മതത്വം ശോധയാമി, വിദ്യാതത്വം ശോധയാമി, ശിവതത്വം ശോധയാമി, സർവതത്വം ശോധയാമി എന്നിങ്ങനെ തത്വശോധനം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അനാദിയായിരിക്കുന്ന മായിക മലത്താൽ ബന്ധിച്ചുകൊണ്ടാണ് സൃഷ്ടി നടത്തപ്പെട്ടത്. ആ ശരീരത്തോടു കൂടിയുള്ളവരാണ്. അതുകൊണ്ട് ഒരാളെയും പൂർണ്ണമായിട്ട് കാണുവാൻ സാധ്യമല്ല. എത്ര പരിശുദ്ധനായ മനുഷ്യനായിരുന്നാലും ശരി, ചില ദോഷങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. പക്ഷേ ദോഷൈക ദൃക്കാവാതെ നല്ലത് കാണാൻ ശ്രമിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിത്തീരാൻ സാധിക്കുകയുള്ളൂ. ഗംഗാനദിയിലേക്ക് പോകുന്നു. ഗംഗാനദി വളരെ പരിശുദ്ധിയാണ്, പരിഭാവനയാണ്. ആ ഗംഗാനദിയിൽ മനുഷ്യശവം കണ്ടിട്ട് ഇതാണോ ഗംഗാനദി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കുറ്റം തിരയുന്ന ആൾക്കാർ. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിയ എന്നാണ്. ജനങ്ങൾക്ക് പീയൂഷമാണ്, ഗുണവാന്മാർക്ക് ചെറിയ ദോഷമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നുകരും. അപ്പോൾ ഈ ദോഷങ്ങളെ കാണാതിരിക്കുക, ഗുണത്തെ മാത്രം ദർശിക്കുക. അതിന് ഇനിയും ആ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. പതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്നു എങ്ങനെയാണ് മനസ്സിന് പ്രസാദം ഉണ്ടായിത്തീരുക. ഒരു യോഗാഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ടത് മനസ്സിൻ്റെ പ്രസാദമാണ്. അതിൻ്റെ സൂത്രമുണ്ട്. മൈത്രീ കരുണ മുദിത ഉപേക്ഷാണാം സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവന തച്ചിത്തപ്രസാദനം എന്ന്. അതായത് സുഖിമാന്മാരോട് മൈത്രി വേണം. അല്ലാതെ അയാൾ സുഖിക്കുന്നു എന്ന് പറയാൻ അസൂയപ്പെടുകയല്ല വേണ്ടത്. അങ്ങനെ സുഖിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കാം. അവരെ കുറ്റപ്പെടുത്തുകയോ അസൂയപ്പെടുകയോ അല്ല വേണ്ടത്. അപ്പോൾ അവരോട് മൈത്രി വേണം. ആർത്തന്മാരോട് കരുണ വേണം. ദുഃഖിതന്മാരോട് കരുണയായിരിക്കണം ഉണ്ടാകേണ്ടത്. അതേപോലെ നല്ല കാര്യം ചെയ്താളെ പ്രശംസിക്കണം. പാപകർമ്മം ചെയ്താളെ നിന്ദിക്കുവാനും വേണ്ട, പ്രശംസിക്കുവാനും പോകണ്ട. ഉപേക്ഷയാണ് കാണിക്കേണ്ടത് അവരോട്. ഇത്തരത്തിലുള്ള ഭാവന കൊണ്ട് മാത്രമേ ചിത്തപ്രസാദനം സാധിക്കുകയുള്ളൂ എന്ന് പതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്നു. അപ്പോൾ
മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സോഹം ശിവ എന്നുള്ളതായ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ശിവനും ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരീരകഞ്ചുകിത ശിവോ ജീവ, അത് മനസ്സിലാക്കണം. ശരീരമായിരിക്കുന്ന വസ്ത്രം ധരിച്ച ആളാണ് ജീവൻ. ആ ശരീരമാകുന്ന വസ്ത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഇത് നിരന്തരമായിരിക്കുന്ന തേജസ്സാണ്. അന്തർജ്യോതിർ ബഹിർജ്യോതി പ്രത്യക് ജ്യോതി പരാത്പര ജ്യോതിർജ്യോതി സ്വയം ജ്യോതിർ ആത്മജ്യോതി ശിവോസ്മ്യഹം എന്ന ആ ഭാവനയോടുകൂടി ഞാൻ ശിവനാണ് എന്ന ആ ഭാവന വളർത്തിയെടുത്ത് അതിലോടുകൂടി അദ്വൈത അനുഭൂതി അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യഭൂതമായി